morning. Current affairs. Now, December 19. December 19 current affairs പോകുമ്പോൾ ഫ്രണ്ട് പേജിൽ നമുക്ക് എഴുതിയെടുക്കാനുള്ള ന്യൂസുകളൊന്നുമില്ല. IPL ലേലത്തിനെ കുറിച്ചൊക്കെയാണ്. IPL അറിയാം, ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ലീഗാണ് IPL, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. അതിൽ പ്ലേയേഴ്സിന്റെ ഓപ്ഷനിങ് ആയിരുന്നു, ലേലമായിരുന്നു. അതിനെ കുറിച്ചുള്ള ന്യൂസാണ്. നമുക്ക് എഴുതിയെടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. അത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഒരു ഇറാനിയൻ ഡയറക്ടർ, ഇറാനിയൻ ഫിലിം മേക്കറായ റൈക്ക സെഖ്താബ്ചി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, RYKA റൈക്ക, RYKA സെഖ്താബ്ചി, ZDHTABCHI സെഖ്താബ്ചി എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ഫിലിം മേക്കർ ആണ് ഈ ഡോക്യുമെന്ററിയുടെ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിന്റെ ഇതാക്കി പ്രവർത്തിച്ചത്. ഇപ്പൊ പറയാൻ കാര്യം, ഡോക്യുമെന്ററി വിഭാഗത്തില് ഓസ്കാറിലേക്ക് ഇത് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഓസ്കാർ അവാർഡ്സ് പറഞ്ഞ വേറൊരു പേരാണ് അക്കാഡമി അവാർഡ്സ്. ഓസ്കാർ അവാർഡ്സിന് പറഞ്ഞ വേറൊരു പേരാണ് അക്കാഡമി അവാർഡ്സ്. കാരണം അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആണ് ഓസ്കാർ അവാർഡ്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവന് അക്കാഡമി അവാർഡ്സ് എന്ന് പേര് വന്നത്. അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ്. BCCIയുടെ സെക്രട്ടറി അമിതാഭ് ചൌധരി, BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ക്രിക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയുടെ ക്രിക്കറ്റ് ബോർഡ് BCCIയുടെ സെക്രട്ടറിയാണ് അമിതാഭ് ചൌധരി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സി അഗ്രഗേറ്റർ ആണ് ഓല ക്യാബ്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ടാക്സി സർവീസ് ആണ് ഓല ക്യാബ്സ്. ഓല ക്യാബ്സിന്റെ ഫൗണ്ടർ ഭവിഷ് അഗർവാൾ ആണ്, BHAVISH, ഭവിഷ് അഗർവാൾ. അതിന്റെ CEO ഭവിഷ് അഗർവാൾ ആണ് ഓല ക്യാബ്സിന്റെ. അത് ഞാൻ പലവണ പറഞ്ഞിട്ടുള്ളതാണ്, അതല്ല പറയാൻ വരുന്നത്. ഇതുപോലെ സ്കൂട്ടർ ഷെയറിംഗ് അതിന് വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. സ്കൂട്ടർ ഷെയറിംഗ്, ഇത് ടൂ വീലേഴ്സിന്റെ ഷെയറിംഗിന് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പ് ആണ് ഓഗോ, VOGO, ഓഗോ. അപ്പൊ സ്കൂട്ടർ ഷെയറിംഗ് ആപ്പായ ഓഗോ ഓലയായിട്ട് ടൈപ്പിലായി. അപ്പൊ ഇനി ഭാവിയിൽ നമുക്ക് ഓല ക്യാബ്സ് ഉപയോഗിച്ച് വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ സ്കൂട്ടർ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഓഗോയുടെ സ്കൂട്ടേഴ്സ്, VOGOയുടെ ഓഗോ. ഈ ഓല ക്യാബിൽ നിന്ന് ഡയറക്ട്ലി ബുക്ക് ചെയ്യാം. ഓഗോയുടെ വണ്ടികൾ നമുക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അതാണ് അവരുടെ പാർട്ണർഷിപ്പ്. എന്തായാലും ഓഗോ കമ്പനിയാണ് അറിഞ്ഞിരിക്കുക. ഇതാണ് എന്താണെന്ന് വെച്ചാൽ സ്കൂട്ടർ ഷെയറിംഗിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് അതിനടുത്ത പേജിൽ പോകുമ്പോൾ സെബിയുടെ ചെയർമാന്റെ ഒരു ഫോട്ടോ ഉണ്ട്. സെബിയുടെ ചെയർമാൻ, സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ. ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്ററായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ചെയർമാൻ അജയ് ത്യാഗി. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ് രാകേഷ് ഭാരതി മിത്തൽ ആണ്. രാകേഷ്, RAKESH, രാകേഷ് ഭാരതി മിത്തൽ, MITTA, ഭാരതി BHARTA, രാകേഷ് ഭാരതി മിത്തൽ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ്. അപ്പൊ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് രാകേഷ് ഭാരതി മിത്തൽ. BBB ബാങ്ക് ബോർഡ് ബ്യൂറോ, ബാങ്ക് ബോർഡ് ബ്യൂറോ BBBയുടെ ഹെഡ് ആണ് ഭാനുപ്രതാപ് ശർമ്മ. BBB ബാങ്ക് ബോർഡ് ബ്യൂറോ. ബാങ്ക് ബോർഡ് ബ്യൂറോ എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏജൻസിയാണ്. ഇന്ത്യയുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏജൻസിയാണ് BBB ബാങ്ക് ബോർഡ് ബ്യൂറോ. അതിന്റെ ചെയർമാനാണ് ഭാനുപ്രതാപ് ശർമ്മ. IDFC ബാങ്കും ക്യാപിറ്റൽ ഫസ്റ്റും തമ്മിൽ മെർജർ കഴിഞ്ഞു. IDFC ബാങ്ക് ഈസ് എ ന്യൂ entrant into the banking sector of India, and it is a universal bank also.
Universal bank means they can do all the banking services under one roof. Such kind of banks are known as universal banks. അപ്പൊ അങ്ങനെ അല്ലാത്ത ബാങ്കുകൾ ഉണ്ടെന്നാണ് എന്റെ മീനിങ്. അപ്പൊ അത്തരത്തിലുള്ള ബാങ്കുകൾ ഡിഫറൻഷ്യൽ ബാങ്കിങ് ലൈസൻസ് ഉള്ള ബാങ്കുകൾ എന്ന് പറയാം. അപ്പൊ യൂണിവേഴ്സൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കിങ് സർവീസസ് ഒരു റൂഫിന്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ബാങ്കുകളാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലുള്ള എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളും അതാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ വലിയൊരു ഭാഗം അതാണ്. പക്ഷെ ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയ പേയ്മെന്റ് ബാങ്കുകൾ പോലുള്ള ബാങ്കുകൾ യൂണിവേഴ്സൽ ബാങ്കുകളല്ല. ദേ കനോട്ട് ഡു ഓൾ ദ ബാങ്കിങ് സർവീസസ് അണ്ടർ വൺ റൂഫ്. They cannot do all the banking services under one roof. They have certain restrictions. They have to keep those restrictions in their mind when they are dealing with the customers. അത്തരത്തിലുള്ള ബാങ്കുകളിൽ ഡിഫറൻഷ്യൽ ബാങ്കിങ് ലൈസൻസ് ഉള്ള ബാങ്കുകൾ എന്ന് പറയും. ഇത് യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ് ഉള്ള ഒരു ന്യൂ ബാങ്കാണ് IDFC ബാങ്ക്. ഈ IDFC ബാങ്ക് ക്യാപിറ്റൽ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു NBFC ആയിട്ട് മെർജ് ചെയ്തു. ക്യാപിറ്റൽ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു NBFC, അത് ബാങ്ക് അല്ല. NBFCയുടെ എക്സ്പാൻഷൻ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അപ്പൊ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി NBFC ആയ ക്യാപിറ്റൽ ഫസ്റ്റ് ആയിട്ട് IDFC ബാങ്ക് മെർജ് ചെയ്തപ്പോൾ അവരുടെ പേര് മാറി. ഇനി മുതൽ അവരുടെ പേര് IDFC ഫസ്റ്റ് ബാങ്ക് എന്നാണ്. IDFC ഫസ്റ്റ് ബാങ്ക്. മ്യൂച്വൽ ഫണ്ട്. ഷെയർ മാർക്കറ്റില് ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിസ്ക് കുറവാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പൂൾ ഓഫ് ഫണ്ടാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ കമ്പനി അനൗൺസ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മളെ പോലുള്ള ലാക്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിന്റെ ഫണ്ട് മാനേജേഴ്സ് ഈ ഫണ്ടിലേക്ക് കിട്ടിയ മണി എല്ലാം കൂടെ കൊണ്ടുപോയി ഷെയർ മാർക്കറ്റിൽ ഡിഫറെന്റ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അൾട്ടിമേറ്റ്ലി ദേ വിൽ മേക്ക് പ്രോഫിറ്റ് ആൻഡ് ദാറ്റ് പ്രോഫിറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എമംഗ് ദീസ് ഇൻവെസ്റ്റേഴ്സ്. അതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ കോൺസെപ്റ്റ്. ദേ ആർ ലെസ് റിസ്കി ആസ് കമ്പയർഡ് ടു ഷെയർസ്. അതാണ് അതിന്റെ അട്രാക്ഷൻ. ബട്ട് അതിന്റെ പ്രോബ്ലം അത് ഷെയർസിന്റെ അത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യത്തില്ല. ഷെയർസ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും ഇപ്പൊ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷെയർ ആണെങ്കിൽ. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ അത്രയും പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യത്തില്ല. പക്ഷേ സ്റ്റിൽ ദേ ആർ മോർ സേഫ്. ഷെയർസ് ഭയങ്കര റിസ്കിയാണ്, മ്യൂച്വൽ ഫണ്ട് സേഫ് ആണ്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ OMO കുറിച്ച് ന്യൂസ് ഉണ്ട്. OMO ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ട്ലി ഇന്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ് ആണ് ത്രൂ ദെയർ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ RBI is doing buying and selling of government securities. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് അതുവഴി ഷെയർ മണി മാർക്കറ്റ് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്കുള്ള ലിക്വിഡിറ്റിയുടെ ഇൻഫ്യൂസിങ്ങോ അല്ലെങ്കിൽ സക്കിംഗ് അപ്പോ നടക്കും. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യും, സെല് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മളെ സിസ്റ്റത്തിലേക്ക് ലിക്വിഡിറ്റി ഇൻജെക്ട് ചെയ്യുകയോ സക്ക് ചെയ്യുകയോ RBIക്ക് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ CEO ആണ് സുന്ദർ പിച്ചൈ. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ. ട്വിറ്ററിന്റെ CEO ജാക്ക് ഡോർസിയാണ്. ട്വിറ്ററിന്റെ CEO ആണ് ജാക്ക്, JACK, ജാക്ക് ഡോർസി, DORSCY. ഫേസ്ബുക്കിന്റെ CEO ആണ് മാർക്ക് സുക്കർബർഗ്. ഫേസ്ബുക്കിന്റെ CEO മാർക്ക് സുക്കർബർഗ്. ഗ്ലോബൽ ടൈംസ് ചൈനയുടെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പർ ആണ്. ഗ്ലോബൽ ടൈംസ് ചൈനയുടെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പർ. ഭൂപേഷ് ബാഗൽ, BHUBESH, ഭൂപേഷ് ബാഗൽ, BAGHEL. ഭൂപേഷ് ബാഗൽ is the ചീഫ് മിനിസ്റ്റർ ഓഫ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ ന്യൂ ചീഫ് മിനിസ്റ്റർ ആണ് ഭൂപേഷ് ബാഗൽ. മസൂദ് ഹുസൈൻ, MASOOD, മസൂദ് ഹുസൈൻ, HUSSAIN, മസൂദ് ഹുസൈൻ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാൻ. CWC, സെൻട്രൽ വാട്ടർ കമ്മീഷൻ. CWCയുടെ എക്സ്പാൻഷൻ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനാണ് മസൂദ് ഹുസൈൻ. പിന്നീട് ഡിസംബർ 25 ഇന്ത്യയുടെ ഒരു ഫോമർ പ്രൈം മിനിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ്. ക്രിസ്മസ് ആണ് അന്ന് ഡിസംബർ 25. ക്രിസ്മസ് ദിവസം ഇന്ത്യയുടെ ഒരു ഫോമർ പ്രൈം മിനിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ്. പ്രൈം മിനിസ്റ്ററിന്റെ പേര് അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു ഡേ ആയിട്ടാണ്. എന്ത് ഡേ ആയിട്ടെന്ന് വെച്ചാൽ ഗുഡ് ഗവേണൻസ് ഡേ. ഗുഡ് ഗവേണൻസ് ഡേ. ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ
തമ്പി ദുരൈ. സ്പീക്കർ ഓഫ് ലോക്സഭ സുമിത്ര മഹാജനാണ്. സ്പീക്കർ ഓഫ് ലോക്സഭ സുമിത്ര മഹാജൻ. ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ തമ്പി ദുരൈ. മൻമോഹൻ സിംഗ് എഴുതിയ പുതിയ ബുക്കാണ് ചേഞ്ചിങ് ഇന്ത്യ. മൻമോഹൻ സിംഗ് എഴുതിയ ന്യൂ ബുക്കാണ് ചേഞ്ചിങ് ഇന്ത്യ. മൻമോഹൻ സിംഗ് ഫോമർ പ്രൈം മിനിസ്റ്റർ. LOC ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് LOC. LOCയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നാണ്. 1 second. LOCയുടെ എക്സ്പാൻഷൻ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നാണ് എന്റെ വിശ്വാസം. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് LOC. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് LOC. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. പിന്നീട് ഹിന്ദു എഡിറ്റോറിയലിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോർ ബോൾസ്റ്ററിംഗ് പാരീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ബോൾസ്റ്ററിംഗ് പാരീസ്. ബോൾസ്റ്ററിംഗ് പാരീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ വേൾഡില് 2015 പാരീസിൽ വെച്ചാണ് UN-ന്റെ നേതൃത്വത്തിൽ ഒരു ക്ലൈമറ്റ് അഗ്രിമെന്റ് ഉണ്ടായത്. ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മേജർ അഗ്രിമെന്റ് വേൾഡിൽ ഉണ്ടായത് 2015 ഡിസംബറിൽ UN-ന്റെ നേതൃത്വത്തിൽ. UN എന്ന് പറയുമ്പോൾ UNFCCC ആണ്. UN-ന്റെ ഒരു ആമാണ് UNFCCC. UNFCCCയുടെ എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ആ UNFCCCയുടെ നേതൃത്വത്തില് ഇപ്പൊ വീണ്ടും കട്ടോവിസിൽ വെച്ച് ഒരു മീറ്റിംഗ് നടന്നു. പോളണ്ടിലെ കട്ടോവിസ്. അത് ഓൾറെഡി ഞാൻ പലതവണ പറഞ്ഞാണ്. KATOWICE. പോളണ്ടിലെ കട്ടോവിസിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടന്നത്. അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ ഡിസിഷൻസ് എടുത്തു. പാരീസിലുണ്ടായ അഗ്രിമെന്റിലെ മേജർ അഗ്രിമെന്റിലെ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ തീരുമാനിച്ചു. ഇതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. IPCCയുടെ എക്സ്പാൻഷൻ. അതുമായിട്ട് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ഏജൻസിയാണ് IPCC. എക്സ്പാൻഷൻ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതുപോലെ ഇന്ത്യ കാർബൺ എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എനർജി പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ സോളാർ, വിൻഡ് എനർജി ഇതിലേക്കൊക്കെ മാറാൻ പോയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ എനർജികളെല്ലാം ഗ്രീൻ എനർജിയാണ്. ദാറ്റ് വോണ്ട് പ്രൊഡ്യൂസ് എനി കൈൻഡ് ഓഫ് പൊള്യൂട്ടൻസ് ഓർ എനി കൈൻഡ് ഓഫ് കാർബൺ എമിഷൻ. അപ്പം അത് കാർബൺ എമിഷൻ കുറയ്ക്കാനും നമ്മളെ ഗ്ലോബൽ വാർമിംഗ് തടയാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടാർഗറ്റ് ഈസ് ടു ക്രിയേറ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് 175 gigawatt, 175 GW of renewable energy by 2022. അത് അറിഞ്ഞിരിക്കണം. 175 GW of renewable energy. Renewable energy means solar energy, wind energy, tidal energy, etc. by 2022. ആ ഇയർ അറിഞ്ഞിരിക്കണം. പിന്നെ രണ്ടാമത്തത് നമ്മളെ മുംബൈയിലെ അന്ധേരിയിലെ ഒരു ESI ഹോസ്പിറ്റലിൽ നടന്ന തീപിടുത്തം. അതിൽ 8ഓളം പേര് മരിച്ചു. അപ്പൊ ഫയർ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇന്ത്യക്കാർ ഇപ്പോഴും അവെയർ അല്ല. അതിനെക്കുറിച്ച് ഒരു എഡിറ്റോറിയലാണ്. അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഒന്നല്ല, ജസ്റ്റ് നോക്കിക്കൊള്ളുക. ഇന്ത്യയിലെ ലയണിന്റെ ഒരേ ഒരു സാങ്ച്വറിയാണ് ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റ്. GIR ഗീർ ഫോറസ്റ്റ്. ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റ് ആണ് ലയണിന്റെ സാങ്ച്വറി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റ് ആണ് RK ലക്ഷ്മൺ. അദ്ദേഹം മരിച്ചുപോയി 2 വർഷം മുമ്പ്. RK ലക്ഷ്മൺ. RK ലക്ഷ്മന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാർട്ടൂണാണ് ദ കോമൺ മാൻ. കോമൺ മാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ റോഡ് ബ്രിഡ്ജ് ബ്രഹ്മപുത്ര റിവറിൽ ഈ ഡിസംബർ 25 ക്രിസ്മസ് ഡേയിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞായിരുന്നു അത് ഈ ഇടയ്ക്ക്. ബോജിബീൽ BOGIBWL Bojibeel Bridge. Bojibeel Bridge is in Assam. Mainly in Assam. It is connecting Arunachal Pradesh and Assam. അത് ബ്രഹ്മപുത്ര റിവറിലാണ്. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. FII Foreign Institutional Investor. FII Foreign Institutional Investor. FII ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ് FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഭൂട്ടാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ഭൂട്ടാൻ എന്ന് പറയുന്ന കൺട്രിയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ലോട്ടേ ഷെറിംഗ്. LOTAY
അതായത് ഷെറിംഗ്, TSHERING, ലോട്ടെ ഷെറിംഗ്, ഭൂട്ടാൻ പ്രൈം മിനിസ്റ്റർ. ഇപ്പൊ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്, SOLIH. ഈ രണ്ടുപേരുടെയും ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ്, ഫോറിൻ വിസിറ്റ് ഇന്ത്യയിലേക്കാണ്. ലോട്ടെ ഷെറിംഗ് ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫോറിൻ വിസിറ്റ് ഇന്ത്യയിലേക്കാണ്. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ് ഇന്ത്യയിലേക്കാണ്. അത് ഈ ഇൻസിഡൻസ് മാർക്ക് ചെയ്യുന്നത് അവരുടെ സ്കീം ഓഫ് തിങ്സില്, അവരുടെ അഫയേഴ്സില്, ഈ പറഞ്ഞ രണ്ട് കൺട്രീസിന്റെ അഫയേഴ്സില് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഇന്ത്യയില് ഒരു ഓൾ വിമൻ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്ഥാപിച്ചു. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫൗണ്ടറുടെ പേര് ശ്വേത ഷെട്ടി എന്നാണ്. പാർട്ടിയുടെ പേര് ദ നാഷണൽ വിമൻസ് പാർട്ടി, NWP. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടി NWP, നാഷണൽ വിമൻസ് പാർട്ടി. ശ്വേത ഷെട്ടിയാണ് ഫൗണ്ടർ. NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. NSEയുടെ വേരിയേഷൻസ്, NSEയുടെ ചേഞ്ചസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഇൻഡെക്സ് ആയ നിഫ്റ്റി കൊണ്ടാണ്. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 ഷെയർസ് വെച്ചതാണ്. അതുകൊണ്ട് അതിന് നിഫ്റ്റി 50 എന്നും പറയാറുണ്ട്. അപ്പം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് നിഫ്റ്റിയാണ്. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 ഷെയർസ് വെച്ചാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് നിഫ്റ്റി 50. സുസ്ലോൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ടർബൈൻ മാനുഫാക്ചറർ, SUZLON. സുസ്ലോൺ is the number 1 wind turbine manufacturer in India. Wind turbine, wind power produce ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് wind turbines. പിന്നെ ഇന്ത്യയിലെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണ് WPI, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണ് WPI, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആണ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. CPI അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറാണ് രാജീവ് ജെയിൻ. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ഡയറക്ടറാണ് അനിൽ ദസ്മാന, റോയുടെ ഡയറക്ടർ. SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്. അത് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ആണ് SIP അല്ലെങ്കിൽ SIP എന്ന് പറയുന്നത്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ രാജീവ് മഹർഷി. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ രാജീവ് മഹർഷി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറ. UPSC ചെയർമാൻ അരവിന്ദ് സക്സേന. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് സക്സേന. ഈ പേരുകളെല്ലാം പഠിച്ചിരിക്കണം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ KK വേണുഗോപാൽ. ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ പ്രദീപ് കുമാർ സിൻഹ. ക്യാബിനറ്റ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. നൃപേന്ദ്ര മിശ്ര, പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ. നൃപേന്ദ്ര NRI PENDRA നൃപേന്ദ്ര മിശ്ര. പ്രമോദ് കുമാർ മിശ്ര, അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ. സ്നേഹലത ശ്രീവാസ്തവ, സെക്രട്ടറി ജനറൽ ലോക്സഭ. സ്നേഹലത ശ്രീവാസ്തവ. ദേശ് ദീപക് വർമ്മ, ദേശ് ദീപക് വർമ്മ, സെക്രട്ടറി ജനറൽ രാജ്യസഭ. ദേശ് ദീപക് വർമ്മ. റെയിൽവേ ബോർഡ് ചെയർമാൻ അശ്വനി ലോഹാനി, LOHANI. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ.
ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഒരു ഓൺലൈൻ 2-3 ദിവസത്തെ ഡിസ്കസ് ചെയ്യാനുള്ളത്, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം.